ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് മഷ്റൂം കൊണ്ടുള്ള ഒരു സൂപ്പ് ഉണ്ടാക്കിയാലോ? വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം സൂപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാനപ്പോൾ ഇന്നിവിടെ കാണിക്കുന്നത്. നമുക്കപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ ഈ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 400 ഗ്രാം മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. ഈ മഷ്റൂം ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മഷ്റൂം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഈ കറുത്ത ഭാഗമൊന്നും മുറിച്ച് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഭാഗത്തോട് കൂടി തന്നെയാണ് നമ്മൾ എടുക്കുക. ആ ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അധികം പോർഷൻസ് ഒന്നും നമുക്ക് കറി വെക്കാനാണെങ്കിലും അതുപോലെ നമ്മളിപ്പോൾ സൂപ്പ് ഉണ്ടാക്കാനാണെങ്കിലും ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ മഷ്റൂം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ മഷ്റൂമിൻ്റെ എല്ലാ ഭാഗവും തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വയ്ക്കുക. മഷ്റൂം നമുക്കിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് റെഡി ആയതിനു ശേഷം നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി വെക്കാം. ഇനി നമുക്ക് ആവശ്യം ഒരു സബോളയാണ്. അപ്പോൾ ഒരു സബോള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് ഓനിയൻ ഒരു 2 ടേബിൾ സ്പൂണ്, ഒരു അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇവിടെ കുറച്ച് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ചെറിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 2 പീസ് എടുക്കാം. ഇനി നമുക്ക് ഒരു പാന് സ്റ്റവിൽ വെച്ച് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 25 ഗ്രാം ബട്ടർ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ഉരുകി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി, അതേപോലെ തന്നെ സബോള, പിന്നെ ഇഞ്ചി ഇവിടെ ഒരു ചെറിയ കഷ്ണം അരിഞ്ഞു വെച്ചത്, പിന്നെ സ്പ്രിംഗ് ഓനിയൻ, ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതേപോലെ തന്നെ നല്ലപോലെ ബ്രൗൺ കളർ ആവുന്ന വരെ ഇതൊന്നും വഴറ്റി കൊടുക്കേണ്ട കാര്യമില്ല. ഈ സബോളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടുന്ന വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇത് നല്ലപോലെ വഴന്ന് വരുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇവിടെ മുറിച്ച് വെച്ചേക്കുന്ന മഷ്റൂം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മഷ്റൂം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഈ സബോളയുടെ ബട്ടറിൻ്റെ കൂടിയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പം നമ്മൾക്ക് മഷ്റൂമിൽ ഇപ്പോൾ വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി മഷ്റൂമിൽ നിന്ന് തന്നെ ഒരു വെള്ളം ഊറി വരും മൂടി വെച്ച് കഴിയുമ്പോൾ. അപ്പം നമ്മൾ ഇതൊരു 5 മിനിറ്റ് മൂടി വെക്കുകയാണ്. ഈ 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് നേരിയ വെള്ളം ഊറി വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ പാനിൻ്റെ മൂടി തുറന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. ഈ കോൺഫ്ലോറിന് പകരം വേണമെങ്കിൽ മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മൈദനേക്കാളും കുറച്ചും കൂടി നല്ലത് കോൺഫ്ലോറാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കോൺഫ്ലോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ മിക്സാക്കി എടുക്കാം. മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ സൂപ്പൊക്കെ ആകുമ്പോൾ അധികം ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ മഷ്റൂം 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഹാഫ് കുക്കായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് വീണ്ടും നല്ലപോലെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കൊന്നും വേണ്ട. 1-2 മിനിറ്റ് കൂടുമ്പോൾ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് ആവശ്യത്തിന് വേവിച്ചെടുക്കുക. മഷ്റൂം ആവശ്യത്തിന് നമുക്ക് വെന്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പാലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ 2 കപ്പ് പാലും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചിലർ ഇതിൽ ഹെവി ക്രീം ചേർത്ത് കൊടുക്കും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു 1/4 കപ്പ് ഹെവി ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഹെവി ക്രീം ചേർത്ത് കൊടുത്തിട്ടില്ല. വെറുതെ പാൽ മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. ഇനി നമ്മുടെ ഈ പാല് തിളച്ച് വരുന്നതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒന്ന് കുരുമുളക് പൊടിയാണ്. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനോയാണ്. ഡ്രൈഡ് ഒറിഗാനോ നമുക്ക് പാക്കറ്റിലോ അല്ലെങ്കിൽ ബോട്ടിലോ ഒക്കെ ആയിട്ട് വാങ്ങാൻ കിട്ടും. ഈ ഒറിഗാനോയ്ക്ക് പകരം തൈമും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഒറിഗാനോയും അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവൊന്നും ഇത്ര ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്ന് പറഞ്ഞാൽ അധികം എരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര കുരുമുളക് പൊടി ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർക്കുക. ഇനി ഇത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ പാലും ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക. ഇനി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിത് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല ചൂടോട് കൂടി ഒന്നും അടിച്ചെടുക്കണ്ട. ചൂടാറിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് അടിച്ചെടുത്താൽ മതി. ഒരു ലൈറ്റ് ചൂടൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം.
അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി മഷ്റൂം സൂപ്പ് ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് വളരെ ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ ഹെൽത്തിയാണ്. അപ്പോൾ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും